ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമേഷിനെ കാണാനില്ല എന്ന് വീട്ടുകാർക്കെല്ലാം മനസ്സിലായതോടുകൂടി ആകെ വിഷപ്രാളത്തിലായിട്ടോ എല്ലാവരും. എന്നിട്ട് ഓരോ സ്ഥലത്ത് പോയി അന്വേഷിക്കുകയാണ്. ഹരീഷും സുധീഷും നികേഷും ഒക്കെ ഉണ്ട്. കാരണം അയാൾ നമ്മുടെ സുമേഷ് ജോലി ചെയ്തിരുന്ന ആ സ്ഥാപനങ്ങളിലും മേശിരിപ്പണി ചെയ്യുന്ന സ്ഥലത്തും ഒക്കെ പോയി അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഭായി അടുത്തൊക്കെ ചെന്ന് അന്വേഷിക്കുകയാണ്. ഭായി പറയാണ്, ഞാനിന്ന് അവിടെയല്ല, വേറെ സ്ഥലത്താണ്. ഇന്ന് സുമേഷ് ഭായ എന്നെ വിളിച്ചിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിന് ഇന്ന് ഡ്യൂട്ടി വരുന്നത് പേരൂർക്കട ഭാഗത്താണെന്ന് പറയാം കേട്ടോ. അപ്പം തന്നെ സുധീഷ് പറയുന്നുണ്ട്, ഇല്ല ഏട്ടാ, ഞങ്ങൾ അവിടെ എല്ലാം പോയി അന്വേഷിച്ചു, കാണുന്നില്ല. എന്താ പറ്റി, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ വീട്ടിലെന്ന് ചോദിക്കേ. അങ്ങനെയൊന്നും ഇല്ല, രാവിലെ മുതലേ കാണുന്നില്ല. ആ, ടെൻഷൻ ആവണ്ടേ, എപ്പോഴാളൊന്നും കാണിക്കണ്ട, വിഷമിക്കണ്ട, എന്തായാലും വയ്യ തിരിച്ച് വരും, വിഷമിക്കാതെ എന്നും പറഞ്ഞാൽ അയാളും പോവാട്ടോ. അങ്ങനെ ഓടി നടന്ന് എല്ലാവരും നോക്കുന്നുണ്ട്. പല പല ഓട്ടോ സ്റ്റാൻഡുകളിൽ ഈ ഫോട്ടോയൊക്കെ കാണിക്കുന്നുണ്ട് സുമേഷിൻ്റെ. ആർക്കും കണ്ടതായിട്ട് ഒരറിവുമില്ല, എങ്ങോട്ടാണ് പോയെന്നും അറിയില്ല. അവസാനം ഇവരാകെ തകർന്നു കേട്ടോ. ഹരീഷും നികേഷും കൂടെ ഒരുമിച്ചാണല്ലോ പോയാൽ. പാതി വഴി വെച്ചിട്ട് നമ്മുടെ നികേഷിനൊരു സംശയം, ഇനി ഈ മനസ്സിനും എത്രയും വേദനയായിട്ട് ഈ ജോത്സ്യർ പറഞ്ഞു കേട്ടിട്ട് എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കളയോ. അത് കേൾക്കുമ്പോൾ ഹരീഷ് പറയാം, എടാ നീ അങ്ങനെയൊന്നും സംശയിക്കരുത്, ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല, നമുക്ക് എത്രയും വേഗം കണ്ടുപിടിക്കാം, നീ സമാധാനപ്പെടുന്നു പറഞ്ഞ് നികേഷിനെ സമാധാനപ്പെടുത്തുക കേട്ടോ. അവസാനം ഇവരെല്ലാവരും തളർന്ന് വീട്ടിൽ വരികയാണ്. അപ്പോൾ സുമേഷിനെ കണ്ടില്ല എന്നുള്ളതിന് സുധീഷും അന്വേഷിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വരും കേട്ടോ. ഇവിടെ നിധി കാത്തിരിപ്പുണ്ടേ, ആരെങ്കിലും എന്തെങ്കിലും അറിവായിട്ട് വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. പക്ഷേ ഇവിടെ കയറി വരുമ്പോൾ തന്നെ നിധിയും ആകെ തകർന്നു പോയി. ഭാസ്കരനും ഒരു വിധത്തിൽ അന്വേഷിക്കായിരുന്നു ഓരോ സ്ഥലത്തും പോയിട്ട്. ഭാസ്കരനും കുറച്ച് കഴിഞ്ഞ് സൈക്കിൾ ചവിട്ടി വരുന്നുണ്ട്. ഇവരെയൊക്കെ കാണുമ്പോൾ തന്നെ നിധി ചോദിക്കുക, എന്തായി, കണ്ടില്ലല്ലേ എന്ന്. അങ്ങനെ വീട്ടിൽ വന്നെന്ന് ഇവരാകെ സങ്കടപ്പെടാൻ തുടങ്ങിയിട്ടോ. എന്നാലും സുമേഷ് ഏട്ടൻ എന്തിനാണ് ഇത് ചെയ്തത്, വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമായിരുന്നു. നമുക്ക് ഒന്നും വേണ്ടായിരുന്നു. നിധിക്കും വല്ലാത്തൊരു സങ്കടമായിപ്പോയി. കാരണം നിധി കാരണമാണല്ലോ ഇപ്പോൾ ഈ കല്യാണാലോചന കൊണ്ടുവന്നതും കാര്യങ്ങളൊക്കെ നിധിയുടെ ആ ഒരു നിർദ്ദേശപ്രകാരം ആയിരുന്നില്ലേ. അപ്പം സുമേഷ് ഏട്ടനില്ലാതെ ഈ വീട്ടിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന് അവരിങ്ങനെ സംസാരിക്കുകയാണ്. അവസാനം നിധി പറയുന്നുണ്ട്, നമ്മൾക്കിങ്ങനെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല, എന്തായാലും സുമേഷ് ഏട്ടൻ ഈ നേരം വരെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഇവിടെ ഒന്നും ഇല്ലേ താനും. ഇനി നമുക്ക് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുക. അപ്പോൾ സുധീഷ് ചോദിക്കണോ, അയ്യോ പോലീസ് സ്റ്റേഷനിൽ എന്തിനാണ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്, പോകണം, നമുക്ക് പോകണം, പോയി പരാതി കൊടുത്തേ പറ്റത്തുള്ളൂ, ഇനി വെച്ച് താമസിക്കാൻ പറ്റത്തില്ല, ഞാനും കൂടെ വരാം, സുധീഷ് എൻ്റെ കൂടെ വാന്ന് പറഞ്ഞ് സുധീഷിനെയും വിളിച്ച് നിധി നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലാട്ടോ. പോലീസുകാരും ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്തേ രണ്ടുപേരും കൂടെ ആർക്ക് വേണ്ടി പരാതി പറയാനാ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറയാനാണല്ലോ സാധാരണ ഇവിടെ വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവരെ കളിയാക്കുക കേട്ടോ. അപ്പോൾ നിധി പറയണേ, എൻ്റെ ഏട്ടനെ കാണുന്നില്ല, ഏട്ടന് വേണ്ടിയിട്ടാണ് വന്നതെന്ന്. അത് ശരി, ഏട്ടനെന്ന് വെച്ചാൽ ആരാ? അപ്പോൾ സുധീഷ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏട്ടനാണ്, മൂത്ത ജ്യേഷ്ഠൻ. അത് ശരി, ആ മേസ്തിരി പണിക്കൊക്കെ പോകുന്നയാളാണോ? അതെ, സുമേഷ് ഏട്ടൻ. എന്താ പറ്റി, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ, അടികളാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊന്നും അല്ല സർ, ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് വേറൊന്നുമല്ല. ഏട്ടന് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും മൂത്തത് ഏട്ടനായിരുന്നല്ലോ, ഏട്ടൻ്റെ വിവാഹമൊന്നും ഇതുവരെ നടന്നില്ലായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും അത് നടത്തണമെന്നുള്ള രീതിയിലാണ് നമ്മളിപ്പം ഒരു ആലോചനയും വന്നപ്പോൾ അതിൻ്റെ ജോത്സ്യം പറഞ്ഞു, വിവാഹം നടക്കില്ല ഈ പയ്യനുമായിട്ട്, ഇയാൾ മുഖേനയാണ് ഈ വീടിന് ദോഷം വരുന്നതെന്നും കൂടെ പറഞ്ഞപ്പോൾ അയാൾ ആകെ തകർന്നു പോയി. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ഒരു കത്ത് എഴുതി വെച്ചിട്ട് പോയി. ഓ, കത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ആ കത്തെവിടെ? അങ്ങനെ നിധി ആ കത്തെടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പം അതോടുകൂടി സ്റ്റേഷനിൽ ഒരു കാര്യം ചെയ്യും, പരാതി എഴുതിയൊക്കെ തന്നിട്ട് പൊക്കോ, ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് അവർ പറയാണ്ട്. സുധീഷിനോട് നിധി പറയണം, നിധി സുധീഷേ പുറത്തോട്ട് ഇറങ്ങി നിന്നോ, ഞാൻ ഈ പരാതിയൊക്കെ എഴുതി കൊടുത്തിട്ട് വരാമെന്ന്. പരാതി എഴുതി കൊടുത്തിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ സുധീഷ് ആകെ പൊട്ടി തകർന്നു പോയി കേട്ടോ. കാരണം എന്ത് സംഭവിച്ചു, ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും അറിയാണ്ട് കരയാൻ തുടങ്ങി. നിധി അടുത്ത് ചെന്നിരുന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്താ സുധീഷേ, കരയല്ലേ, സമാധാനപ്പെട്, സുമേഷ് ഏട്ടൻ തിരിച്ചു വരും. നിധി, എൻ്റെ ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചു കാണും, ഇനി ഞാൻ എന്താ ചെയ്യുക, ഞാൻ എവിടെ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് തകർന്ന് പൊട്ടി കരയാണ് കേട്ടോ. നിധി ആ കയ്യിൽ പിടിക്കുന്നുണ്ട്. നിധിയുടെ കയ്യിൽ സുധീഷ് ഇറുക്കി പിടിക്കുക കേട്ടോ ഒരു ആശ്വാസത്തിന് വേണ്ടി. എന്നിട്ട് അങ്ങോട്ട് പൊട്ടി കരയാണ്. അവസാനം നിധി തന്നെ സമാധാനപ്പെടുത്തി നേരെ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ്. വീട്ടിൽ വന്ന പാടെ തന്നെ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, എന്തായി സ്റ്റേഷനിൽ പോയിട്ടെന്ന്. അന്നേരം നിധിക്കും സുധീഷിനും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. ഭാസ്കരൻ പറയാണ്, സാരയില്ല, സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പ്രതികരണം എന്താവും എന്നുള്ളത് എനിക്ക് മനസ്സിലാവും, നിങ്ങളൊന്നും പറയണ്ട, അകത്തേക്ക് കയറി പൊക്കോന്ന്. അവരകത്തേക്ക് കയറി ചെല്ലാണ്. അങ്ങനെ സഹോദരങ്ങളെല്ലാവരും കൂടി ആലോചിക്കുക ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്. ആ സമയത്ത് നമ്മുടെ ഭാസ്കരൻ്റെ സഹോദരനും സഹോദരിയും കൂടെ വന്നിട്ടുണ്ട്. ഇവരുടെ ബദ്ധ ശത്രുക്കളായ 2 പേരുണ്ടല്ലോ. അങ്ങനെ സുമിത്രയുടെ അച്ഛനും അമ്മയും.
അച്ഛനും അമ്മയും മാമനും കേട്ടോ. അങ്ങനെ അവർ വരികയാണ്. വരുമ്പോൾ തന്നെ ഭാസ്കരൻ ഒന്ന് നോക്കുകയാണ് കേട്ടോ, എന്തെങ്കിലും വഴക്കിന് വരുവാണെന്ന്. എന്തോ സുമേഷിനെ കാണാനില്ല എന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അവരും ഒരു സ്നേഹപ്രകടനമായിട്ട് വരുവാണ്. നിധി അവർക്ക് കസേരയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ, ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കണം, എന്താ മോളെ സംഭവിച്ചത്, ഇവിടെ നിങ്ങളായിട്ട് വഴക്കുണ്ടായോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇവർ നടന്ന സംഭവം അതേപടി അങ്ങ് പറഞ്ഞു. പക്ഷേ സുമേഷിനോട് ഇവർക്ക് വൈരാഗ്യമൊന്നുമില്ല. ചെറിയൊരു ദേഷ്യം ഉണ്ടായിരുന്നു, മോളെ സ്നേഹിച്ചതിൻ്റെ പേരിലൊക്കെയാണ്. എന്നാലും കാണുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് സങ്കടമായി കേട്ടോ. ഭാസ്കരൻ വന്ന് ഇവർക്ക് നല്ല വഴക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാം, എടോ താൻ കാരണമാണോ എൻ്റെ മോനിങ്ങനെ സംഭവിച്ചത്, എൻ്റെ മോനെ താൻ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, സുധീഷേ നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ദേഷ്യവും അടിയും വഴക്കൊക്കെ നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞ് ഒരാളെ കൊല്ലാൻ വേണ്ടി മാത്രം ദുഷ്ടന്മാരൊന്നും അല്ല കേട്ടാ ഞങ്ങൾ എന്നും പറയാം. അവസാനം നിങ്ങൾ വിഷമിക്കാതെ, ഈ കുടുംബത്തിൽ ഏറ്റവും നല്ലവൻ തന്നെയാണ് സുമേഷ്, അവൻ തിരിച്ചു വരും ഉറപ്പാണെന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവർക്ക് സമാധാനമൊക്കെ കൊടുത്തിട്ട് തിരിച്ചിറങ്ങി പോവാട്ടോ. ഭാസ്കരനോടൊന്നും മിണ്ടുന്നൊന്നുമില്ല, ഇറങ്ങി അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞ് നികേഷിൻ്റെ സ്വഭാവമൊക്കെ അങ്ങ് മാറി. നികേഷ് പൊതുവേ ഒരു അസുഖം വന്നാലോ ഒരു വിഷമം വന്നാലോ ആകെ തകർന്ന് തരിപ്പണമാവുന്ന പയ്യനല്ലേ. ഇപ്പോൾ ദേ ആകെ പൊട്ടി തകർന്നൊരു വല്ലാത്ത മാനസികാവസ്ഥയിലാട്ടോ, മിണ്ടണില്ല സംസാരിക്കണില്ല എന്ന ആ സ്റ്റേജ് വരെയായി. അപ്പോൾ നിധിക്ക് നല്ല ടെൻഷനായി. നിധിക്കത് മനസ്സിലാവുകയും ചെയ്തിട്ട് സുധീഷിനോടും ഹരീഷിനോടും പറയാം, അതെ നമ്മൾ നികേഷിനെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അവന് നല്ല വിഷമമുണ്ട്, അവൻ ഇരിക്കുന്ന കണ്ടില്ലേ, അവന് നമ്മൾ സൂക്ഷിക്കണം, അവന് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടാവുമോ, എന്തെങ്കിലും എനിക്ക് പേടിയാവുന്നു, അവൻ എന്തെങ്കിലും ചെയ്ത് കളയുമോ എന്നൊക്കെ. ഒന്നുമില്ല, പേടിക്കണ്ട, അവനെപ്പോലെ ഞങ്ങൾക്കും ഒക്കെ വിഷമം തന്നെയല്ലേ ആണ്. എന്നാലും നികേഷിൻ്റെ കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അറിയാമല്ലോ അവൻ്റെ സ്വഭാവം, നമ്മൾ കുറച്ചുകൂടെ സൂക്ഷിക്കണം അവനെ, നമുക്ക് എത്രയും വേഗം സുമേഷേട്ടനെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന്. അപ്പോൾ ഹരീഷ് പറഞ്ഞിട്ടുണ്ട്, ഇനി എനിക്കിവിടെ ഇരിക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ പോവാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി പോവാട്ടോ. നോക്കിയെടുത്ത് തന്നെ വീണ്ടും വീണ്ടും നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും എല്ലാവരും ഇറങ്ങി പോവാണ്. പക്ഷേ ഹരീഷ് രാത്രിയായിട്ടും തിരിച്ചു വന്നില്ല കേട്ടോ. ഇവനിത് എവിടെ പോയി ഇത്രയും ആയിട്ടെന്ന് പറഞ്ഞു. പിന്നെ ഹരീഷിന് വേണ്ടിയിട്ടുള്ള സമാധാനക്കേടും ആയിട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ മനസ്സ് തകർന്ന് നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്